ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് പരിമഹൽ. പരിമഹൽ എന്നാൽ മാലാഖമാരുടെ കൊട്ടാരം അഥവാ പാലസ് ഓഫ് ഫെയറീസ് എന്നാണ് അർത്ഥം. ദാൽ തടാകത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സബർവാൻ മലനിരകളുടെ മുകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള ദാൽ തടാകത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ, അതായത് 1650-കളിൽ മുഗൾ രാജകുമാരനായ ദാരാ ഷിക്കോയാണ്, അതായത് ഷഹജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രൻ, ഇത് നിർമ്മിച്ചത്. ദാരാ ഷിക്കോ ഇതൊരു ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രമായും ജ്യോതിഷം, സൂഫിസം എന്നിവ പഠിക്കുന്നതിനുള്ള ഒരു വിദ്യാലയമായും ആണ് ഉപയോഗിച്ചിരുന്നത്. കാശ്മീർ മുഗൾ വാസ്തുവിദ്യയുടെ മികച്ചൊരു ഉദാഹരണമാണിത്. ലാൻഡ്സ്കേപ്പ് ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത 7 തട്ടുകളായുള്ള തോട്ടങ്ങളാണ് ഇതിന്റെ പ്രധാന ആകർഷണം. മറ്റ് മുഗൾ തോട്ടങ്ങളെ പോലെ ഇവിടെ ഒഴുകുന്ന നീരുറവുകൾ ഇല്ലെങ്കിലും മനോഹരമായ പുൽത്തകടികളും കെട്ടിടങ്ങളും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കാശ്മീരിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ പരിമഹൽ. ഇത് നിർമ്മിച്ച ദാരാ ഷിക്കോ ആകട്ടെ മുഗൾ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു രാജകുമാരൻ കൂടിയായിരുന്നു. അദ്ദേഹം ഷഹജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും മൂത്ത മകനും അടുത്ത ഭരണാധികാരിയാകാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ആളുമായിരുന്നു. എന്നാൽ സഹോദരനായ ഔറംഗസേബുമായി ഉണ്ടായ അധികാര തർക്കങ്ങളും യുദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. കേവലം ഒരു രാജകുമാരൻ എന്നതിലുപരി മികച്ചൊരു പണ്ഡിതനും തത്വചിന്തകനുമായിരുന്നു ദാരാ ഷിക്കോ. മതസൗഹാർദ്ദത്തിലും സൂഫിസത്തിലും അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഹൈന്ദവ തത്വചിന്തകളിൽ ആകൃഷ്ടനായ അദ്ദേഹം 50 ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്നും പെർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. സിർ-ഇ-അക്ബർ എന്ന പേരിലാണ് ഈ വിവർത്തനം ഇന്നും അറിയപ്പെടുന്നത്. ഈ കൃതിയാണ് പിൻകാലത്ത് ഉപനിഷത്തുകൾ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്താൻ കാരണമായതും. ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലെയും ആത്മീയ ആശയങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇവ രണ്ടിന്റെയും സംഗമത്തെക്കുറിച്ച് അദ്ദേഹം മജ്മ ഉൽ ബഹ്റൈൻ, അതായത് 2 സമുദ്രങ്ങളുടെ സംഗമം എന്ന പ്രശസ്തമായ ഒരു പുസ്തകവും എഴുതി. കലയോടും വാസ്തുവിദ്യയോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ജമ്മു കാശ്മീരിൽ ഈ പരിമഹൽ അഥവാ മാലാഖമാരുടെ കൊട്ടാരം നിർമ്മിച്ചു. ഇതൊരു ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രമായും സൂഫി വിദ്യാലയമായുമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ഡൽഹിയിൽ അദ്ദേഹം പ്രശസ്തമായ ഒരു ലൈബ്രറിയും സ്ഥാപിക്കുകയുണ്ടായി. ഷഹജഹാൻ ചക്രവർത്തിക്ക് ദാരാ ഷിക്കോയോടായിരുന്നു കൂടുതൽ അദ്ദേഹത്തെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ എന്നാൽ മറ്റു സഹോദരന്മാരെ, പ്രത്യേകിച്ച് ഔറംഗസേബിനെ ഇത് ചൊടിപ്പിക്കുകയുണ്ടായി. സിംഹാസനത്തിനു വേണ്ടിയുള്ള നിർണായകമായ സമുഗഡ് യുദ്ധം ഔറംഗസേബിന്റെ സൈന്യത്തോട് ദാരാ ഷിക്കോ നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം ഒളിവിൽ പോയ ദാരാ ഷിക്കോയെ പിന്നീട് ഔറംഗസേബിന്റെ സൈന്യം പിടികൂടുകയും ഇസ്ലാം മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കുറ്റം ചുമത്തി 1659 വധിക്കുകയും ചെയ്തു. ഇങ്ങനെ വധിക്കപ്പെട്ട അദ്ദേഹം ഡൽഹിയിലെ ഹുമായൂണിന്റെ കല്ലറയിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദാരാ ഷിക്കോയും ഉപനിഷത്തുകളും തമ്മിലുള്ള ബന്ധം ഇന്ത്യൻ ചരിത്രത്തിലെയും ആത്മീയതയിലെയും ഏറ്റവും സവിശേഷമായ ഒരു അധ്യായമാണ്. ഒരു മുഗൾ രാജകുമാരൻ ഹൈന്ദവ ദർശനങ്ങളുടെ കാതലായ ഉപനിഷത്തുകളെ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആണ് ദാരാ ഷിക്കോയിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഷഹജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകനായ ദാരാ ഷിക്കോവും കേവലം ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു സൂഫി ചിന്തകൻ കൂടിയായിരുന്നു. എല്ലാ മതങ്ങളുടെയും ആന്തരിക സത്യം ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ആത്മീയ അന്വേഷണമാണ് അദ്ദേഹത്തെ കാശിയിലെ, അതായത് ഇന്നത്തെ വാരണാസിയിലെ പ്രശസ്തരായ പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചതും
ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കാൻ പ്രേരിപ്പിച്ചതും. ഖുറാനിൽ പരാമർശിക്കുന്ന മറഞ്ഞിരിക്കുന്ന പുസ്തകം അഥവാ കിതാബ് അൽ മഗ്നൂൻ ഉപനിഷത്തുകളാണെന്ന് പോലും അദ്ദേഹം ഒരു കാലത്ത് വിശ്വസിക്കുകയുണ്ടായി. 1657 ദാരാഷിക്കോയുടെ മേൽനോട്ടത്തിൽ കാശിയിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ സഹായത്തോടെ 50 ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു. ഇത് സിർ ഇ അക്ബർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിവർത്തന ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ പേരാണ് സിർ ഇ അക്ബർ, അതായത് മഹാരഹസ്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇസ്ലാമിലെ സൂഫി ചിന്തകളും ഉപനിഷത്തുകളിലെ അദ്വൈത ദർശനങ്ങളും, അതായത് എല്ലാം ഒന്നാണ് എന്ന ചിന്ത തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ഗ്രന്ഥരചനയിലൂടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ദാരാഷിക്കോയുടെ ഈ വിവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഉപനിഷത്തുകളിലെ അറിവ് പാശ്ചാത്യ ലോകത്തേക്ക് ഇത്ര വേഗം എത്തുമായിരുന്നില്ല. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് പണ്ഡിതനായ അൻക്വേറ്റിൽ ഡുപെറോൺ ഈ പേർഷ്യൻ പതിപ്പ് കണ്ടെത്തുകയും അത് ലാറ്റിൻ ഭാഷയിലേക്ക് ഓപ്പനെക് ഹാറ്റ് എന്ന പേരിൽ വിവർത്തനം ചെയ്യുകയും ചെയ്തു. ഈ ലാറ്റിൻ വിവർത്തനം വായിച്ച പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ ആർതർ ഷോപ്പനോവർ ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അത് എൻ്റെ ജീവിതത്തിന് ആശ്വാസമേകി, മരണത്തിലും അത് എനിക്ക് ആശ്വാസമായിരിക്കും. ഈ മതസൗഹാർദ്ദ ശ്രമങ്ങളും ഉപനിഷത്ത് വിവർത്തനവും അദ്ദേഹത്തെ കടുത്ത യാഥാസ്ഥികനായ സഹോദരൻ ഔറംഗസേബിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദാരാഷിക്കോ ഇസ്ലാം മതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കുറ്റം ചുമത്താൻ ഔറംഗസേബ് പ്രധാനമായും ആയുധമാക്കിയത് ഈ ഉപനിഷത്ത് വിവർത്തനത്തെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ 1659 അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു. മതങ്ങൾക്കിടയിൽ ഒരു പാലം പണിയാൻ ശ്രമിച്ച ദാരാഷിക്കോയുടെ ഏറ്റവും വലിയ സംഭാവനയായി ചരിത്രത്തിൽ നിലനിൽക്കുന്നത് ഈ ഉപനിഷത്ത് വിവർത്തനങ്ങളാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായ ബഹുസ്വരത, മതസൗഹാർദ്ദം എന്നിവയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതീകമാണ് മുഗൾ രാജകുമാരനായ ദാരാഷിക്കോ. വ്യത്യസ്ത സംസ്കാരങ്ങളെയും മതങ്ങളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരതീയ സംസ്കാരത്തിന് ദാരാഷിക്കോ നൽകിയ സംഭാവനകളും അദ്ദേഹത്തിന്റെ സ്വാധീനവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. വിവിധ മതവിശ്വാസങ്ങൾ പരസ്പരം കലർന്നു ജീവിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന് ഗംഗ ജമുനി തഹസീബ് എന്ന് അദ്ദേഹം വിളിക്കുകയും വലിയ ഊർജം അദ്ദേഹം ഇതിലൂടെ നൽകുകയും ചെയ്തു. ഇസ്ലാമിലെ ആത്മീയ ധാരയായ സൂഫിസവും ഹിന്ദുമതത്തിലെ വേദാന്ത ചിന്തകളും ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. ഇതിനായി അദ്ദേഹം എഴുതിയ മജ്മ ഉൽ ബഹറിൻ, അതായത് 2 സമുദ്രങ്ങളുടെ സംഗമം എന്ന കൃതിയാണ് ഏറെ പ്രശസ്തം. ഹിന്ദു മുസ്ലിം മതങ്ങളുടെ ആത്മീയമായ ഒത്തുചേരലിനെയാണ് അദ്ദേഹം ഈ സമുദ്ര സംഗമത്തിലൂടെ ഉദ്ദേശിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ നെടുംതൂണുകളായ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ആഴത്തിൽ പഠിച്ച ആദ്യത്തെ മുഗൾ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഈ ദാരാഷിക്കോ. കാശിയിലെ, അതായത് ഇന്നത്തെ വാരണാസിയിലെ ഹൈന്ദവ പണ്ഡിതന്മാരെ ഡൽഹിയിൽ എത്തിച്ച് 50 ഉപനിഷത്തുകൾ അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതിന് അദ്ദേഹം നൽകിയ പേർ സിർ ഇ അക്ബർ എന്നായിരുന്നു. ഈ വിവർത്തനമാണ് പിൻകാലത്ത് യൂറോപ്യൻ ഭാഷകളിലേക്ക് മാറ്റപ്പെടുകയും ഭാരതീയ തത്വചിന്തയുടെ മഹത്വം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും ചിന്തകരും അറിയാൻ കാരണമാകുകയും ചെയ്തത്. ഭഗവത്ഗീതയെയും അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മുഗൾ ഭാരതീയ കലകളുടെ സംയോജനം അദ്ദേഹത്തിന്റെ നിർമ്മിതികളിൽ നമുക്ക് ധാരാളമായി കാണാം. കാശ്മീരിലെ പരിമഹൽ ഇതിനൊരു മികച്ച ഉദാഹരണം കൂടിയാണ്. ഭാരതീയ ജ്യോതിശാസ്ത്രവും മുഗൾ തോട്ടങ്ങളുടെ ഭംഗിയും ഒത്തുചേരുന്നതായിരുന്നു ഈ എല്ലാ നിർമ്മിതികളും. ചിത്രകലയിലും അദ്ദേഹം പുതിയൊരു ശൈലി കൊണ്ടുവന്നു. പ്രകൃതിയെയും സന്യാസിമാരെയും ഒപ്പം ചേർക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം തന്റെ ഭാര്യ നാദിര ബാനുവിന് സമ്മാനിച്ച പ്രശസ്തമായ ദാരാഷിക്കോ ആൽബം
മുഗൾ ഇന്ത്യൻ ചിത്രകലയുടെ ഒരു വലിയ നിധി കൂടിയാണ്. അക്കാലത്ത് മുഗൾ രാജകൊട്ടാരങ്ങളിൽ പേർഷ്യൻ ഭാഷയ്ക്കായിരുന്നു പ്രാധാന്യമെങ്കിലും ദാരാ ഷിക്കോ സംസ്കൃത ഭാഷയെയും അതിലെ പണ്ഡിതന്മാരെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ജഗന്നാഥ പണ്ഡിതരാജ തുടങ്ങിയ പ്രശസ്ത സംസ്കൃത കവികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ തന്നെ പ്രധാന കവികളായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഔറംഗസേബ് കടുത്ത യഥാസ്ഥിതികതയുടെ പ്രതീകമായപ്പോൾ ദാരാ ഷിക്കോ ഇന്ത്യയുടെ ഉദാരവും സഹിഷ്ണുതയുമുള്ള സംസ്കാരത്തിന്റെ പ്രതീകമായി മാറി. ദാരാ ഷിക്കോയാണ് ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ രാജ്യത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രം മറ്റൊന്ന് ആകുമായിരുന്നു എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. മുഗൾ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയായിരുന്നിട്ടും ദാരാ ഷിക്കോയ്ക്ക് ഒരിക്കലും ഇന്ത്യയുടെ ചക്രവർത്തിയാകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു ദാരുണമായ സത്യം. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സാന്നിധ്യവും അധികാരവും നഷ്ടപ്പെട്ടതും ഏറെ വ്യതയാണ് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്നത്. ഷഹജഹാൻ ചക്രവർത്തിയുടെ 4 ആൺമക്കളിൽ മൂത്തയാളായിരുന്നു ദാരാ ഷിക്കോ. ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും വിശ്വാസവുമായിരുന്നു. ഷഹജഹാൻ ചക്രവർത്തി അദ്ദേഹത്തെ തന്റെ ഔദ്യോഗിക പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ഷാ ഇ ബുലുന്ദ് ഇക്ബാൽ, അതായത് ഉയർന്ന ഭാഗ്യമുള്ള രാജകുമാരൻ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. മറ്റു സഹോദരന്മാരായ ഔറംഗസേബ്, ഷാ ഷൂജ, മുറാദ് ബക്ഷ് എന്നിവരെ ദൂരെയുള്ള പ്രവിശ്യകളുടെ ഭരണ ചുമതല ഏൽപ്പിച്ച് മാറ്റിയപ്പോൾ ദാരാ ഷിക്കോയെ ഷഹജഹാൻ ഡൽഹിയിൽ തന്റെ ഒപ്പം നിർത്തി. ചക്രവർത്തിക്ക് സുഖമില്ലാതിരുന്ന കാലത്ത് കൊട്ടാരത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നതും ഭരണം നിയന്ത്രിച്ചിരുന്നതും ദാരാ ഷിക്കോ ആയിരുന്നു. മികച്ചൊരു പണ്ഡിതനും കലാകാരനുമായിരുന്നെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ സൈന്യാധിപൻ എന്ന നിലയിൽ അദ്ദേഹം തികഞ്ഞൊരു പരാജയമായിരുന്നു. ഔറംഗസേബ് ദക്ഷിണേന്ത്യയിൽ നിരന്തരം യുദ്ധങ്ങൾ ചെയ്ത് മികച്ചൊരു സൈനിക തന്ത്രജ്ഞനായി മാറിയപ്പോൾ ദാരാ ഷിക്കോ ഡൽഹിയിലെ കൊട്ടാര സുഖങ്ങളിലും പുസ്തകങ്ങളിലും മുഴുകി ജീവിച്ചു. താൻ ചക്രവർത്തിയാകും എന്ന അമിത വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും അനുഭവസമ്പന്നരായ സൈന്യാധിപന്മാരുടെ ഉപദേശങ്ങൾ അദ്ദേഹം അതിനാൽ തന്നെ തള്ളിക്കളഞ്ഞു. 1657 ഷഹജഹാൻ ചക്രവർത്തിക്ക് കടുത്ത രോഗബാധ ഉണ്ടായതോടെ സഹോദരന്മാർക്കിടയിൽ സിംഹാസനത്തിനു വേണ്ടിയുള്ള ചോരക്കളി തുടങ്ങി. ആഗ്രയ്ക്ക് സമീപം നടന്ന സമഗഡ് യുദ്ധം ദാരാ ഷിക്കോയുടെ വൻ സൈന്യവും ഔറംഗസേബിന്റെ തന്ത്രശാലികളായ സൈന്യവും നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഇടയാക്കി. സ്വന്തം ആനപ്പുറത്ത് നിന്ന് ദാരാ ഷിക്കോ ഇറങ്ങി കുതിരപ്പുറത്ത് കയറിയത് സൈന്യത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വ്യാജ വാർത്ത പരക്കാൻ കാരണമായി. ഇത് ദാരയുടെ സൈന്യത്തിന്റെ പരാജയത്തിന് വഴിതെളിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ദാരാ ഷിക്കോ ഡൽഹിയിൽ നിന്നും സിന്ധ്, ഗുജറാത്ത് ഭാഗങ്ങളിലേക്ക് ഒളിവിൽ പോയി. എന്നാൽ ഒടുവിൽ സ്വന്തം സുഹൃത്തായ ഒരു ബലൂച്ചി പ്രഭു അദ്ദേഹത്തെ ചതിച്ച് ഔറംഗസേബിന്റെ സൈന്യത്തിന് ഒറ്റിക്കൊടുത്തു. 1659 ഔറംഗസേബ് അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചു. ദാരാ ഷിക്കോ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ചരിത്രം എങ്ങനെ മാറുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഔറംഗസേബ് നടപ്പിലാക്കിയ കടുത്ത മതനിയമങ്ങളും ജിസ്യ നികുതി പോലുള്ളവ ക്ഷേത്രങ്ങൾ തകർത്തതും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അക്ബർ ചക്രവർത്തിയുടെ സഹിഷ്ണുതയുടെ ഭരണം തുടരുമായിരുന്നു. ഔറംഗസേബിന്റെ കടുത്ത നയങ്ങൾ കാരണം രാജപുത്രരും മറാഠകളും മുഗളന്മാർക്ക് എതിരായി. ഇത് രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ദാരാ ഷിക്കോ ആയിരുന്നെങ്കിൽ എല്ലാവരെയും ഒപ്പം നിർത്തി ഭരിക്കുമായിരുന്നു. ചുരുക്കത്തിൽ ഔറംഗസേബിന്റെ ഭരണം അധികാരത്തെയും യുദ്ധത്തെയും അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നെങ്കിൽ ദാരാ ഷിക്കോ വിഭാവനം ചെയ്ത കലയും ആത്മീയതയും മതസൗഹാർദ്ദവും നിറഞ്ഞൊരു ഭരണമായിരുന്നു. എന്നാൽ ചരിത്രം ഔറംഗസേബിന് ഒപ്പമായിരുന്നു. മുഗൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനും വിവർത്തകനും സാഹിത്യപ്രേമിയുമായിരുന്നു ദാരാ ഷിക്കോ. കവികളും പണ്ഡിതന്മാരും നിറഞ്ഞ ഒരു സാഹിത്യ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. പേർഷ്യൻ, സംസ്കൃത ഭാഷകളിൽ ഒരുപോലെ അറിവുണ്ടായിരുന്ന അദ്ദേഹം
ഭാരതീയ തത്വചിന്തകളെയും സൂഫി ചിന്തകളെയും കോർത്തിണക്കി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. സൂഫിസത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന അദ്ദേഹം പെർഷ്യൻ ഭാഷയിലാണ് പുസ്തകങ്ങൾ ഏറെയും രചിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് മജ്മ ഉൽ ബഹറിൻ, അതായത് രണ്ട് സമുദ്രങ്ങളുടെ സംഗമം. ഇസ്ലാമിലെ സൂഫി ദർശനങ്ങളും ഹിന്ദു മതത്തിലെ വേദാന്ത ചിന്തകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും ഇവ രണ്ടും ഒരേ സത്യത്തിലേക്കുള്ള രണ്ട് വഴികളാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. പ്രശസ്തരായ സൂഫി വര്യന്മാരുടെയും സന്യാസിമാരുടെയും ജീവിതത്തെയും അവരുടെ ചിന്തകളെയും കുറിച്ച് ദാരാ ഷിക്കോ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് സഫീനത്ത് ഉൽ ആലിയയും സക്കീനത്ത് ഉൽ ആലിയയും. വിവിധ ആത്മീയ ചിന്തകളുടെ പ്രശസ്തമായ പ്രവചനങ്ങളുടെയും ഉപദേശങ്ങളുടെയും ഒരു സമാഹാരമാണ് അസ്നത്ത് ഉൽ അരിഫിൻ. ഭാരതീയ സാഹിത്യത്തിലെയും തത്വചിന്തയിലെയും അമൂല്യ നിധികൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിയത് ദാരാ ഷിക്കോ നടത്തിയ വിവർത്തനങ്ങളിലൂടെയാണ്. അദ്ദേഹം കേവലം ഒരു എഴുത്തുകാരൻ മാത്രമല്ലായിരുന്നു, മറിച്ച് മറ്റ് എഴുത്തുകാരെയും കവികളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. സാഹിത്യത്തോടൊപ്പം ചിത്രകലയും കവിതകളും കോർത്തിണക്കി അദ്ദേഹം തയ്യാറാക്കിയ ഒരു പ്രത്യേക പുസ്തകമാണ് ദാരാ ഷിക്കോ ആൽബം. തന്റെ പ്രിയപത്നിയായ നാദിറ ബാനുവിന് അദ്ദേഹം സമ്മാനിച്ച ഈ ആൽബത്തിൽ മനോഹരമായ ലഘുചിത്രങ്ങളും പ്രശസ്തമായ പെർഷ്യൻ കവിതകളും അടങ്ങിയിരിക്കുന്നു. ഇന്ന് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ഒരു വലിയ നിധിയാണ് ഈ ആൽബം. യുദ്ധക്കളങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും സാഹിത്യത്തിന്റെ ലോകത്ത് ദാരാ ഷിക്കോ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയമാണ്. വ്യത്യസ്ത ഭാഷകളെയും സംസ്കാരങ്ങളെയും സാഹിത്യത്തിലൂടെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ച ഒരു പണ്ഡിത രാജകുമാരൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പരിമഹൽ ഇന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു തിലക രത്നമായി നിലകൊള്ളുകയാണ്. ഓരോ പ്രവാസിയുടെയും ഏറ്റവും പ്രിയ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി.